അസ്സലാമലൈക്കും. ഇറ്റ്സ് മീ ആതിക. സുഖനല്ലേ എല്ലാവർക്കും? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. കേക്കിനെ കുറിച്ചിട്ടും ഞാൻ ഡ്രൈവിംഗ് പഠിച്ചതിനെ കുറിച്ചിട്ടും. കേക്കിനെ കുറിച്ചിട്ട് ആദ്യം പറയാം. കേക്ക് പഠിച്ചിട്ട് 6.5 വർഷത്തോളമായി. യൂട്യൂബിൽ തന്നെ നോക്കിയിട്ട് പഠിച്ചതാണ്. യൂട്യൂബിൽ നിന്ന് കുറേ വീഡിയോസ് നോക്കിയിട്ട് അതിൽ നിന്ന് വേണ്ടേ ഒരേ വീഡിയോ ഒന്നല്ല, എല്ലാ വീഡിയോന്നും കുറച്ച് നല്ല നല്ല ടിപ്സ് എടുത്തിട്ട് നമ്മൾ ചെയ്തിട്ട് പഠിച്ചതാണ് കേക്ക്. ഞാൻ ക്ലാസ്സിനോ മറ്റോ പോയിട്ടില്ല. ആ സമയത്ത് അങ്ങനെ ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് കുറേ അവൈലബിൾ ആണല്ലോ. പിന്നെ ഇത് യൂട്യൂബിൽ നോക്കിയിട്ട് പഠിക്കാൻ പറ്റുമോ വെച്ചെങ്കിൽ പറ്റും. പക്ഷെ ഇപ്പോൾ കുറേ ക്ലാസ് എല്ലാം നടക്കുന്നതുകൊണ്ട് പിന്നെ ഓഫ്ലൈൻ ക്ലാസ് പോയിട്ട് പഠിക്കുന്നതായിരിക്കും ബെസ്റ്റ്. പോയിട്ട് പഠിച്ചെങ്കിൽ കുറേ അറിവുകൾ നമ്മൾ 2-3 വർഷം ചെയ്ത് പഠിക്കുന്ന സംഭവം പെട്ടെന്ന് ക്ലാസ്സിന് പോയിട്ടാകുമ്പോൾ പെട്ടെന്ന് കിട്ടുമല്ലോ, കുറേ അറിവുകൾ കിട്ടുമല്ലോ. അങ്ങനെ പഠിക്കുന്നതും ആയിരിക്കും നല്ലത്. പിന്നെ പോകാൻ പറ്റാത്തവർ, ക്യാഷ് ഇല്ലാത്തവരുണ്ടെങ്കിൽ യൂട്യൂബ് നോക്കിയിട്ട് പഠിച്ചാലും മതി. പിന്നെ നല്ല വരുമാനം ഉണ്ടാക്കാം. പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ നിന്നിട്ട് മക്കളെയും വീട്ടുകാര്യങ്ങൾ ഹസ്ബൻഡിനെ നോക്കിക്കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റൊരു ജോബും തന്നെയാണ് കേക്ക്. ഇപ്പൊ സ്ത്രീകൾ ഒരുപാട് മേഖലയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് അക്കൗണ്ടിങ് പഠിച്ചവർ അത് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. മുമ്പത്തെ പോലെ പുറത്തിറങ്ങിയിട്ട് തന്നെ പോയിട്ട് ചെയ്യണമെന്നില്ല. പിന്നെ ഫുഡിന്റെ മേഖലയിൽ കുറെ ആളുണ്ട്. സ്നാക്സ് ഐറ്റംസ്, ഡിസേർട്ടിന്റെ, അങ്ങനെ കുറെ ഓപ്ഷൻസ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ ഉണ്ട്. പിന്നെ നമുക്ക് സ്ത്രീകൾക്ക് ഫുഡിനെ കുറിച്ചിട്ട് നല്ലൊരു ഭാഗം അറിയാം. അതിൽ തന്നെ നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. കേക്കിൽ മാത്രമല്ല, ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിലേക്ക് ഇറങ്ങാം. പിന്നെ അവരത് ചെയ്യുന്നു, ഇവരിത് ചെയ്യുന്നു, ഞങ്ങൾക്ക് അതും ചെയ്യാം ഇതും ചെയ്യാം. എല്ലാത്തിലേക്കും കൈയിടാതെ ഒരു സാധനത്തിലേക്ക് ഫോക്കസ് ചെയ്ത് അത് നല്ല അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്, നമ്മ കേക്ക് നല്ല ചേലാക്കിയിട്ട് നല്ല വൃത്തിക്ക് നല്ല ടേസ്റ്റോട് കൂടി ചെയ്ത് കൊടുക്കാം. ഒരു 100-200 ഫസ്റ്റ് ഒന്നും നല്ല പൈസ കിട്ടില്ല അല്ലെ, ഫിനിഷിംഗ് ഒന്നും നമുക്ക് അത്ര വരില്ല. അപ്പോൾ നല്ല പൈസക്ക് കൊടുക്കാതിരിക്കുക, ചെറിയ റേറ്റിന് കൊടുക്കുക. പക്ഷെ കഴിക്കാനുള്ള ഒരു ടേസ്റ്റും അതിൻ്റെ ഒരു വൃത്തിയും നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കാം. എത്ര 100 രൂപ കിട്ടുന്നതാണെങ്കിലും നമുക്കതിലൊന്നും കിട്ടുന്നില്ല എന്നെങ്കിലും സാരമില്ല, വൃത്തിയിൽ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് വൃത്തിയിൽ ചെയ്ത് കൊടുക്കുക. എന്നെങ്കിൽ ഓർഡർ പിന്നെ വരും. പിന്നെ നമുക്ക് മെല്ലെ റേറ്റ് കൂട്ടിക്കൊണ്ട് പോയാൽ മതി. ഫസ്റ്റ് ഒന്നും എന്ത് കിട്ടണമെന്നില്ല. പിന്നെ കുറച്ച് കേക്ക് ചെയ്തെങ്കിലും ഭയങ്കര വരുമാനം കിട്ടണമെന്നില്ല. കുറേ കേക്കിൽ ചെയ്യേണ്ടി വരും, കുറേ കഷ്ടപ്പെടേണ്ടി വരും. എന്നെങ്കിൽ നല്ലൊരു വരുമാനം. പിന്നെ ഇൻസ്റ്റാലൊക്കെ ഒരാൾ ചോദിച്ചിരുന്നു, ഇതിനുള്ള ഐഡിയ എന്ത്, കൂടുതൽ ഓർഡർ കിട്ടാൻ ഐഡിയ എന്തെന്ന്. കൂടുതൽ ഓർഡർ കിട്ടാൻ ഐഡിയ എന്ന് വെച്ചെങ്കിൽ ഡെലിവറി ചെയ്യാം. ഡെലിവറി ഫീസ് വാങ്ങിയിട്ടാണെങ്കിലും ഡെലിവറി ചെയ്യാം. പിന്നെ 5 വർഷമല്ലോ കേക്ക് ചെയ്യുന്നത് വാങ്ങുന്ന റേറ്റ് ഫസ്റ്റ് ഇപ്പോൾ 2, 3, 4 മാസം 6 മാസമായവർ വാങ്ങാതിരിക്കാം. എന്നല്ലെങ്കിൽ പിന്നെ നല്ല ഫിനിഷിങ്ങും നല്ല ടേസ്റ്റും അത്രയ്ക്ക് 100-ൽ 99% ഉറപ്പുണ്ടെങ്കിൽ നല്ല റേറ്റ് 3 മാസമായാലും 4 മാസമായെങ്കിലും വാങ്ങാം, പ്രശ്നമില്ല. പക്ഷെ കൊടുക്കുന്ന സാധനങ്ങൾ നല്ല ക്വാളിറ്റിയോട് കൂടി, ക്വാണ്ടിറ്റിയോട് കൂടി, ടേസ്റ്റോട് കൂടി പിന്നെ കൊടുക്കുക. കസ്റ്റമറുടെ വിശ്വാസം പിന്നെ നമ്മൾ പിടിച്ചു വാങ്ങും. അപ്പോൾ ഒരു ഓർഡർ കൊടുത്തിട്ടാകുമ്പോൾ അത് കഴിക്കുന്നത് ഒരാളല്ല അല്ലേ. ഒരു കേക്ക് കൊടുത്തെങ്കിൽ കഴിക്കുന്ന ഒരാളല്ല, ഒരു ഫംഗ്ഷനോ അല്ല ഒരു വീട്ടിലുള്ള മൊത്തത്തിലെ ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ അയൽവാസികൾക്ക് ഒരു പീസ് കിട്ടുമായിരിക്കും. അപ്പോൾ അത് പിന്നെ ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലതാണ്. അങ്ങനെ കുറേ ഓർഡറുകൾ കിട്ടും. പിന്നെ അറിയാലോ, സോഷ്യൽ മീഡിയ വഴി സ്റ്റാറ്റസ്, വാട്സപ്പ് സ്റ്റാറ്റസ്, ഇൻസ്റ്റ, ഫേസ്ബുക്ക്, അങ്ങനെ സ്റ്റോറി ഇടാം, പോസ്റ്റ് ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് പിന്നെ ചെയ്യാം. നല്ല വൃത്തിയിൽ ഫോട്ടോ എടുത്തിട്ട് ചെയ്യാം. മെയിന് ഫോട്ടോ എടുക്കുക, വൃത്തിയിൽ ചെയ്ത് കൊടുക്കുക, ടേസ്റ്റോടെ ചെയ്ത് കൊടുക്കുക. പറ്റുമെന്നെങ്കിൽ ഡെലിവറി ഇട്ടെടുക്കുക. സ്വന്തമായിട്ട് ഡെലിവറി പറ്റുന്നില്ലെങ്കിൽ ഓട്ടോയിലോ മറ്റോ കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലോ, അങ്ങനെ ചെയ്ത് കൊടുക്കാം. പിന്നെ എന്തിലും മെയിൻ നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ ചെയ്യുന്ന ബിസിനസ്സിനോട് നമുക്ക് പറയാനുള്ളത്, ഇപ്പൊ പെട്ടെന്ന് നല്ല ഓർഡർ വരും അല്ലെ. പെട്ടെന്ന്
ഉച്ചക്ക് പറഞ്ഞിട്ട് വൈകുന്നേരം അങ്ങനത്തെ റിസ്കി കേക്ക് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്നുവെച്ചെങ്കിൽ പെട്ടെന്ന് ചെയ്തിട്ട് അത്രയും കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം എടുത്തെങ്കിൽ മതി. അല്ലെങ്കിൽ അത് ഫ്ലോപ്പായിട്ടുണ്ടെങ്കിൽ നമ്മളത് കൊടുക്കാൻ പാടില്ല. നല്ല ചീത്ത കേട്ടെങ്കിലും സാരമില്ല. ഫ്ലോപ്പായ കേക്ക് സ്പോഞ്ച് ശരിയായില്ലെങ്കിൽ നമ്മൾ കൊടുക്കാൻ പാടില്ല. ഒക്കെ നല്ല വൃത്തിക്കോടെ നല്ല ടേസ്റ്റോട് കൂടി കൊടുക്കാം. പിന്നെ കേക്ക് ഒരുപാട് ചെയ്യുന്നവരുണ്ട്, അപ്പോൾ കയ്യിൽ ക്യാഷ് ഒന്നും നിൽക്കുന്നില്ല. അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ടിപ്സ് ഞാൻ പറയാം. കൂടുതൽ പേർക്ക് അറിയാവുന്നതായിരിക്കും. അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഇടുന്ന വീഡിയോ മാത്രം ഇത്. ഇൻസ്റ്റായിൽ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടാകുമ്പോൾ കുറേ പേര് എന്നോട് പേഴ്സണൽ ക്യാഷ് ചോദിച്ചു ബാങ്കിൽ ഇട്ടെങ്കിലോ നമ്മളെ കയ്യിൽ നിൽക്കില്ല അല്ലെ, നമ്മളെ കയ്യിൽ വെച്ചെങ്കിൽ അത് ചിലവായിട്ട് തീരും. അതിനുള്ള ഒരു കുഞ്ഞു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. കുറി വെക്കാം. മാസത്തിൽ പിന്നെ ഒരു വരുമാനം ആയിക്കൊണ്ട് വന്നെന്ന് തോന്നിയെങ്കിൽ മാസത്തിൽ ഒരു 3000-ൻ്റെയോ അല്ല 5000-ൻ്റെയോ കുറി വെച്ചെങ്കിൽ ഒരു മാസത്തിൽ ഒരു 5000 സേവിങ്സ് ആയി അല്ലേ. അത് ഈ കുറി എടുക്കാനുള്ളത് കൊണ്ട് നമ്മൾ ആ ക്യാഷ് എന്തായാലും മാറ്റി വെച്ചിട്ടേ ബാക്കിയുള്ള നല്ല നല്ല നിലയിലെത്തിയ ബേക്കേഴ്സിന് നമുക്ക് ഇൻസ്റ്റാല് കാണാൻ പറ്റും അല്ലേ. അവരെല്ലാം ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് എത്തി തന്നെ ആയിരിക്കും. കഷ്ടപ്പെടാണ്ട് ഒന്നിലും നമ്മൾ മുകളിലേക്ക് എത്തില്ല. അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് തന്നെ ചെയ്യാം. എനിക്ക് എന്തെങ്കിലും ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം എന്ന് അറിയുന്നില്ല. തുടങ്ങുക, നാളെ തുടങ്ങുക, മറ്റന്നാൾ തുടങ്ങുക, നാളെ ആയിട്ട് മറ്റന്നാട്ട് അങ്ങനെ ചെയ്തിട്ട് നിന്നാൾക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ കേക്ക് എന്നല്ല, എന്തെങ്കിലും ഒരു തൊഴിൽ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചെയ്യാം. കേക്കിലേക്ക് പെട്ടെന്ന് ചെയ്യുന്നത് എൻ്റെ ഒരു പിന്നെ ഹസ്ബൻഡിൻ്റെ കസിൻ്റെ മോള് എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഓള് കേക്ക് 2-3 വർഷമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതും സ്റ്റാറ്റസും ഒക്കെ കാണുമായിരുന്നു. പിന്നെ ഞാൻ അടിപൊളി കേക്ക് എന്നൊക്കെ പറയുന്ന ഒരു സമയത്ത് അവള് എൻ്റെ വീട്ടിലേക്ക് ഒരു കേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ ആ കേക്ക് കഴിച്ചിട്ടാകുമ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് ഇനിയും കേക്ക് ബർത്ത്ഡേക്ക് ഇനി കേക്ക് ചെയ്തു തരണം എന്ന് പറയുമ്പോൾ ഓള് ചോദിച്ചെന്നോട് എനിക്ക് ആക്കിക്കൂടെ എന്ന് വെച്ച്. അങ്ങനെ എനിക്ക് ആക്കാൻ പറ്റുമോ, എനിക്ക് അത്ഭുതം, എനിക്ക് ആക്കാൻ പറ്റുമോ, നീ ആക്ക് എന്നുള്ളൊരു രീതിയിൽ ഓള് പറഞ്ഞിട്ട് ഓള് പോയി. ഞാനാക്കാനുള്ള സാധനം ഓള് പറഞ്ഞ് യൂട്യൂബെല്ലാം നോക്കിയിട്ട്, പിന്നെ യൂട്യൂബിലെല്ലാം ഉണ്ടല്ലോ, അത് നോക്കിയിട്ട് നീ സാധനമെല്ലാം വാങ്ങിക്കുക അങ്ങനെ ആ രീതിയിൽ പറഞ്ഞു. പക്ഷെ എനിക്ക് ആ ഒരു സമയത്ത് യൂട്യൂബ് നോക്കിയിട്ട് സാധനം എന്തെന്ന് കുറച്ച് എഴുതിയിട്ട് എടുത്ത്, പക്ഷെ ക്രീമെന്ന് നെയ്താനുള്ള ഒരു ഓർമ്മ ഒന്നും ഉണ്ടായിട്ടാണ്. അങ്ങനെ ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോയിട്ടാകുമ്പോൾ പിന്നെ ക്രീം വാങ്ങിയതെന്ന് വെച്ചെങ്കിൽ ഫ്രഷ് ക്രീമാണ് ആദ്യമായിട്ട് വാങ്ങിയത്. ഫ്രഷ് ക്രീം, ഇത് വിപ്പിംഗ് ക്രീമല്ല. ആ ഫ്രഷ് ക്രീം വെച്ചിട്ട് പിന്നെ ബീറ്ററില്ല, ഇപ്പോൾ സ്റ്റാൻഡ് ബീറ്ററല്ലേ, ബീറ്ററില്ല കയ്യിൽ. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു വീട്ടിൽ നിന്ന് പിന്നെ ബീറ്ററും ഒരു വീട്ടിൽ നിന്ന് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം, മൂടുള്ള നല്ല അടുപ്പുള്ള പാത്രം എൻ്റെ അടുത്ത്. അപ്പോൾ അത് എല്ലാം വാങ്ങിയിട്ടാണ് ഞാൻ ആ ഫസ്റ്റ് ടൈം കേക്ക് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ടൈം ഫ്രഷ് ക്രീം വാങ്ങിയിട്ട് കേക്ക് ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഇവൾക്ക് അയച്ചു കൊടുത്തു. എൻ്റെ ഫ്രണ്ട് റൈഹാന എന്ന പേര്. അവൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവള് പറഞ്ഞ് പിന്നെ ക്രീമെല്ലാം ഇങ്ങനെ മെൽട്ടായിട്ട് കിടക്കുന്നത്. എൻ്റെ പിന്നെ സിസ്റ്റേഴ്സ് ഉണ്ട് ഗ്രൂപ്പിലേക്ക് വെച്ചാൽ. അപ്പോൾ ഒരു സിസ്റ്റർ ചോദിച്ചു എന്നോട്, ഇതെന്ത് ഐസ്ക്രീം പോലെ തിന്നുന്ന പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു, ഇതെന്ത് കേക്ക്. പിന്നെ ഓള് പറഞ്ഞ് പിന്നെ വിപ്പിംഗ് ക്രീം മെൽട്ടായത് എനിക്ക് അറിയായിട്ട് ഇങ്ങനെ ആയതെന്ന് വിചാരിച്ചിട്ട് ഓള് പറഞ്ഞു ഇനി ഒരിക്കൽ ചെയ്യപ്പം ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി ചെയ്യാൻ എൻ്റെ ക്രീം ഇല്ലല്ലോ. അപ്പോൾ ഓള് ചോദിച്ചു എന്ത് ക്രീം നീ വാങ്ങിയത്, പിന്നെ 2 പ്രാവശ്യം 3 പ്രാവശ്യം ചെയ്യാൻ പറ്റുമല്ലോ എന്നെല്ലാം പറഞ്ഞിട്ടാകുമ്പോൾ ഞാൻ വാങ്ങിയ ക്രീം ഇതാണ് പറഞ്ഞിട്ടാകുമ്പോൾ ഓള് പറഞ്ഞ ആ ക്രീമല്ല പിന്നെ പറഞ്ഞിട്ട് വിപ്പിംഗ് ക്രീമിൻ്റെ കഥ അറിയുന്നതും. പിന്നെ യൂട്യൂബ് കറക്റ്റായിട്ട് നോക്കാൻ തുടങ്ങി. ഓരോ പിന്നെ കുറേ ചാനൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് വെച്ചിട്ട് പിന്നെ നല്ല നല്ല ടിപ്സ് എല്ലാം നമ്മൾ എടുത്തിട്ട് നമ്മൾ ചെയ്തിട്ട് പിന്നെ പഠിച്ച കേക്കാണ്. അങ്ങനെയാണ് ഫസ്റ്റ് ഞങ്ങൾക്ക് ഒന്നും അറിയുന്നുണ്ടായിട്ടാ. അപ്പം അന്ന് ക്ലാസ് ഉണ്ടോയെന്ന് അറിയില്ല, ക്ലാസ്സിന് പോകുന്ന സാഹചര്യം അല്ലായിരുന്നു. ചെറിയ കുഞ്ഞുണ്ടായിരുന്നു, ചെറിയ 40 ദിവസം 2 മാസമായ അങ്ങനെ എന്തോ കുഞ്ഞുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ തുടങ്ങിയത്. ഇപ്പോൾ കുഞ്ഞിക്ക് 6.5 വയസ്സായി. അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ ഒന്നും അറിഞ്ഞിട്ടില്ല ആരും തുടങ്ങുന്നത്.
പിന്നെ അങ്ക് അപ്പോൾ ഒരു ഇതുണ്ടായി, എന്ത് നമുക്ക് പൈസ ആക്കണം, പൈസ വേണം, നമ്മളെ കയ്യിൽ പൈസ വേണം. ഒരു 100 രൂപക്ക് ഒരാളോട് കേൾക്കുന്നതിനാട്ടി കൂടുതൽ നല്ലതല്ലേ നമ്മളെ കയ്യിൽ തന്നെ ഉണ്ടെങ്കിൽ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആവശ്യത്തിന്, എൻ്റെ ആവശ്യത്തിന് ചിലവാക്കാനുള്ള പൈസ എനിക്ക് വേണം. എവിടെയെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലും വാങ്ങിക്കണം തോന്നിയെങ്കിൽ ആ പൈസ എൻ്റെ കയ്യിൽ വേണം. ആ ഒരു പിന്നെ ചിന്ത എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായിന്. അത് 1.5 വർഷം മുമ്പേ ഉണ്ടായിരുന്നു കേക്ക് ചെയ്യുന്നതായിട്ട്. പിന്നെ അപ്പോൾ യൂട്യൂബിലേക്ക് ഞാനൊരു ചാനൽ തുടങ്ങി. അത് നാണക്കെടാന്നായിട്ട് ഒഴിവാക്കി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കുഞ്ഞുണ്ടായി. പിന്നെ ഇങ്ങനെ കേക്കിലേക്ക് വന്നത് ഇങ്ങനെയാണ്, അവൾ കാരണമാണ് ഞാൻ കേക്കിലേക്ക് വന്നത്. കേക്ക് ഈ വിപ്പിംഗ് ക്രീം മേങ്ങിന് ശേഷം 2, 3, 4 കേക്കാകുമ്പോൾ തന്നെ നല്ല കുറച്ച് ഫിനിഷിങ് വന്ന് നല്ല ഫ്ലവറെല്ലാം വെച്ചിട്ട് കാണാൻ നല്ല രസമായി. ഓൾക്ക് അയക്കും ഞാൻ എല്ലാ ഫോട്ടോ. അപ്പോൾ നല്ല അതിനല്ലോ. അങ്ങനെ ഫസ്റ്റ് ടൈം എൻ്റെ കേക്ക് വാങ്ങിയത് എൻ്റെ ഇളമാൻ്റെ മോള് സെബിത എന്ന് പറഞ്ഞിട്ടാണ്. അവള് ഓഫീസിൽ ആ സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. 1/2 kg കേക്ക് എൻ്റെ ഉമ്മ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ പേരയിൽ. അപ്പോൾ ഉമ്മ പോകുമ്പോൾ ഈ 1/2 kg കേക്ക് ബസ്സിൽ കൊണ്ടുപോയതാണ് അന്ന്. അങ്ങനെ എൻ്റെ കുറച്ച് ദൂരമാണ് എൻ്റെ പേര്, അത്ര ദൂരമല്ല എന്നാലും. പിന്നെ ഓൾക്ക് ആ ഓഫീസിലേക്ക് എത്തിച്ച് ആ ഓഫീസിൽ നിന്ന് എല്ലാവരും കഴിച്ച് ഭയങ്കര അഭിപ്രായം, ഭയങ്കര ടേസ്റ്റ് ആ ഒരു രീതിയിൽ പറഞ്ഞു. പിന്നെ പറയണ്ടല്ലോ, അങ്ങനെ പറഞ്ഞിട്ടപ്പോൾ നമ്മൾ കോൺഫിഡൻ്റ് കൂടി. പിന്നെ കേക്ക് വാങ്ങിയത് എൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഫ്രണ്ടുണ്ട്, സൗസ എന്ന് പറഞ്ഞിട്ട്. ഓള് കുറേ കേക്ക് വാങ്ങി. കുറേ കേക്ക് എന്ന് വെച്ചെങ്കിൽ ഓരോ മക്കളെ ബർത്ത്ഡേക്കും അങ്ങനെ വാങ്ങി. പിന്നെ എനിക്ക് നല്ല ഓർമ്മ, പിന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് എൻ്റെ സ്കൂളിൽ ഒന്നിച്ച് പഠിച്ച അർഷീന എന്ന് പറഞ്ഞിട്ട്. ഓളൊരു കേക്ക് വാങ്ങി. ആ ഫസ്റ്റ് കേക്ക് വാങ്ങിയ ആളെ നമ്മൾ മറക്കാൻ പാടില്ല അല്ലേ. ഓള് വാങ്ങി. പിന്നെ നമുക്ക് ഒരുപാട് ആ സമയത്ത് ഒരുപാട് ആൾക്കാർ കഴിഞ്ഞ ആ സമയത്ത് ഒരുപാട് ബേക്കേഴ്സ് ഉണ്ടായിട്ടാണ്. അങ്ങനെ ലോങ്ങിന്ന് അടൂരിന്ന് മുള്ളേരുത്തുനിന്ന്, ഞാനിപ്പോൾ ചമ്മനാടാണ് താമസം. അപ്പം ലോങ് നല്ല കേക്ക് വാങ്ങുന്നുണ്ടായിന്. ആടുന്ന് വന്നിട്ട് അവർ നമ്മളിന്ന് കേക്ക് എടുക്കുന്നുണ്ടായിന്. ഞാൻ ഡെലിവറി ചെയ്യുന്നുണ്ടായിട്ടാണ്. ഇപ്പോൾ ഓട്ടോയിൽ കൊടുത്തേക്കാൻ പറഞ്ഞെങ്കിൽ 400-300 ഡെലിവറി ചാർജ് ആണെന്നുണ്ടെങ്കിലും അവർക്ക് കേക്ക് വേണം. കേക്ക് അപ്പോൾ ഡെലിവറി ചാർജ് തന്നിട്ടും ലോങ്ങിലേക്ക് കൊണ്ടുപോകുന്നുണ്ടായിന്. ആ സമയത്ത് ഞാൻ കുറേ കേക്കാക്കി. പിന്നെ അപ്പോൾ ചെറിയൊരു ഫ്രിഡ്ജായിരുന്നു എൻ്റെ അടുത്ത്. ആ ചെറിയ ഫ്രിഡ്ജിൽ ഇത് വെക്കാൻ പറ്റുന്നില്ല. കേക്ക് 4, 2, 3 കേക്ക് വന്നെങ്കിൽ നമ്മൾ സാധനം എല്ലാം എടുത്ത് വലിച്ച് പുറത്തിടേണ്ടി വരും. എന്നാലും വെക്കാൻ പറ്റാതിരിക്കുമ്പോൾ ഞാൻ കോട്ടേഴ്സിലായിരുന്നു താമസം. അപ്പോൾ 2 ഫ്രണ്ടിൻ്റെ മീത്ത കോട്ടേഴ്സിൽ കൊണ്ടുപോയിട്ട് വെക്കും കേക്കുകൾ. പിന്നെ ഫിനിഷ് ആക്കിയിട്ട് ഒന്ന് ആ വീട്ടിൽ ഒന്ന് വീട്ടിൽ, രണ്ടും ഒരു ഇതിൽ വെക്കുമ്പോൾ ബുദ്ധിമുട്ടാണല്ലേ. അങ്ങനെ 2 വീട്ടിലായിട്ട് വെക്കും. അങ്ങനെ കുറേ കഷ്ടപ്പെട്ടിട്ട് കേക്ക് ആക്കിയിട്ട് ആ സമയത്ത് കുറേ കേക്ക് ഉണ്ടാക്കി. രാത്രി ഉറങ്ങാതെ 2 മണിക്ക് 3 മണിക്ക് പെട്ടെന്ന് വന്ന ഓർഡറും എല്ലാം പെട്ടെന്ന് വന്നിട്ട് ഒരു ഓർഡർ ഫ്ലോപ്പായ കഥ, അതൊരു കഥ വേറെ കഥയാണ്. പിന്നെ അങ്ങനെ കുറേ കേക്ക് ആ സമയത്ത് ചെയ്തു തന്നു. ഇപ്പം അങ്ങനെ കേക്ക് ചെയ്യുന്നത് കുറവ്. ഇപ്പം ഓർഡറും കുറവാണ് ഇപ്പോൾ ഈ സമയത്ത്. പിന്നെ മുമ്പ് അങ്ങനെയല്ല, ഓർഡർ കുറവായത് കാരണം ഇപ്പോൾ ഒരുപാട് ബേക്കേഴ്സ് ഉണ്ടല്ലേ നമ്മൾ കാസർഗോഡ് ജില്ലയിൽ. ഞാൻ വിചാരിക്കുന്ന 10-400ഓളം ബേക്കേഴ്സ് ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്രയ്ക്കും ബേക്കേഴ്സ് എന്ന് പറഞ്ഞ് പിന്നെ കുറേ എടുത്ത് അവരവരെന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനിതെല്ലാം പറഞ്ഞത് ഫസ്റ്റ് തന്നെ ഭയങ്കരമായിട്ട് നേടാം. ഏതൊരു ജോലിയിലും ഫസ്റ്റ് തന്നെ ഭയങ്കര നേടാമെന്നൊന്നും ആരും വിചാരിച്ചിട്ട് തൊടുക്കടണ്ട. കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. പിന്നെ അത് നമുക്ക് അതിൻ്റെ ഒരു ഇതെല്ലാം കിട്ടും അല്ലേ. നമ്മൾ അതിൻ്റെ ഒരു ലെവലെല്ലാം മനസ്സിലാവും. പിന്നെ നമ്മൾ അതിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യും. പിന്നെ ഞാൻ ഫ്രിഡ്ജ് വാങ്ങി. പിന്നെ അപ്പുറത്ത് ഇൻസ്റ്റാളിൽ ഞാൻ എന്തൊക്കെ നേടി, കേക്ക് ചെയ്തിട്ട് എന്തൊക്കെ നേടി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഞാൻ വാങ്ങിയ സാധനത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. 1 മില്യൺ കടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേ ആൾ ചോദിച്ചതിനുള്ള എല്ലാത്തിനുള്ള റിപ്ലൈ ആയോ എന്ന് എനിക്കറിയില്ല. പിന്നെ എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, റിപ്ലൈ തരുന്നു. കേക്ക് തുടങ്ങിയിട്ട് ഒരു 2, 3, 4 മാസം ആകുമ്പോഴത്തേക്ക് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി. ആർട്ടിസ്റ്റ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് ചാനലും തുടങ്ങി. 1-2 മാസത്തിൽ ഞാൻ എത്ര മാസത്തിലൊന്നും ഓർമ്മയില്ല, 30ഓളം വീഡിയോ ഞാൻ സെൻഡാക്കി. കേക്ക് ചെയ്യുന്നത്, കേക്ക് എങ്ങനെ ഉണ്ടാക്കാം നല്ല കറക്റ്റ് ഞാൻ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു.
പിന്നെ ആ സമയത്താണ് കുറച്ച് കഴിയുമ്പോഴാണ് കൊറോണ വന്നത്. കൊറോണ വന്നിട്ടാകുമ്പോൾ ഫോണ് മക്കളെ പിന്നെ ക്ലാസ്സെല്ലാം ഓൺലൈൻ ക്ലാസ് ആയിട്ട് മാറിയില്ലേ, മക്കളെ ക്ലാസ്സെല്ലാം ഓൺലൈൻ ക്ലാസ് ആയിട്ട് മാറി. അപ്പോൾ ഫോൺ അവർക്ക് വേണം. 3 കുട്ടികളും സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ എന്താക്കി, യൂട്യൂബ് കുറച്ച് കഴിഞ്ഞിട്ട് സാരല്ല, മക്കളെ പഠിപ്പിനായിട്ട് വലുതല്ലാലും യൂട്യൂബ്, അങ്ങനെ അത് മാറ്റി വെച്ചത് കൊറോണ ഉണ്ടല്ലേ, ഒരു ഇയർ പോയി, 2 ഇയർ പോയി. അങ്ങനെ ഓൺലൈൻ ക്ലാസ് കുറേ കൊല്ലം അങ്ങനെ പോയില്ലേ, 1-2 കൊല്ലാമത്തെ പോയില്ല അല്ലേ. അങ്ങനെ അത് പിന്നാടെ അത് യൂട്യൂബ് അതിനെ ഒരു കണ്ടിന്യൂ ആക്കാനുള്ള ഒരു ഇതായില്ല, ഫോൺ പൊളിഞ്ഞ്. പിന്നെ പുതിയ ഫോൺ ആന്നിട്ട് വാങ്ങിയിട്ടും പിന്നെ അതൊരു കണ്ടിന്യൂ ആക്കാനേ കഴിഞ്ഞില്ല. അപ്പോൾ ഈ കേക്കിനാട്ടി മുമ്പേ ഉള്ളൊരു ആഗ്രഹമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാന്നുള്ളത്. അതിപ്പോൾ അതിലെ പുതിയ ഫോൺ വാങ്ങിയിട്ടാകുമ്പോൾ, ഇപ്പോൾ ഫോൺ വാങ്ങിയിട്ട് 1 ഇയറായി, ഐഫോണ് തുടങ്ങാന്ന് വെച്ചിട്ട് തന്നെയാണ് വാങ്ങിയതും. 1 ഇയറായിട്ട് ഇതുവരെ ഇടാൻ പറ്റിയിട്ട വീഡിയോ ഇപ്പം ഞാൻ അതിൽ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരമുള്ള എന്തെങ്കിലും വീഡിയോസ് ആയിട്ട് തന്നെ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സമയം തീരെ കിട്ടുന്നില്ല. പിന്നെ ചെറിയ 4 മക്കളാണ്, ആൺമക്കൾ. പിന്നെ ഹസ്ബൻഡിൻ്റെ ഉമ്മ ഉണ്ട് സുഖമില്ലാതെ. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളെല്ലാം കുറേ ഉണ്ട്. അപ്പോൾ പണി തീരുന്നില്ല. വീഡിയോസ് പിന്നെ നിങ്ങൾക്ക് ഉപകാരമുള്ള കേക്കിൻ്റെതായെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ട് നല്ല നല്ല വീഡിയോസ് ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പറ്റുന്നുണ്ടെങ്കിൽ ഇടാം. അല്ലെങ്കിൽ ഇപ്പം ഇതിട്ട് കഴിഞ്ഞാൽ ഇപ്പം എത്ര കഴിഞ്ഞിട്ട് ഞാൻ വരുമെന്ന് അറിയില്ല. അടുത്ത വീഡിയോ ഞാൻ സ്കൂട്ടർ എങ്ങനെ പഠിച്ച്, ഡ്രൈവിങ് എങ്ങനെ പഠിച്ച് എന്നുള്ളൊരു വീഡിയോ ആയിട്ട് അടുത്തത് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അസ്സലാമു അലൈക്കും, ബൈ.